my YouTube channel. Hello guys, welcome back to my Hello guys, welcome. Hello guys, welcome back to my YouTube channel. So today is a holiday because of Christmas. Wishing you all a very happy new year and a merry Christmas. So today we are just planning to go out. It is a holiday. So ഇന്നൊരു പുറത്ത് ഔട്ടിംഗ് പോയാലോ എന്നാണ് നമ്മളുടെ ആലോചന. The time is currently 8 o'clock. Okay, and the plan is to go out. Okay, and if it's 10 and if you're planning to sit at home, I have no words to tell because നമ്മൾ എപ്പോൾ എങ്ങനെ നമ്മുടെ മൈൻഡ് മാറുമെന്ന് പറയാൻ പറ്റില്ല ഗൈസ്. Anyways, എന്തായാലും I have decided to record a day in my life. I remember when I started my YouTube channel on August 15th. That day I took a day in my life. And again, today I'm going to take. That was an Telugu vlog and this will be in Malayalam. So, എല്ലാവർക്കും നമസ്കാരം guys. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നും രാവിലെ അമ്മമ്മ വിളിക്കും. അമ്മമ്മ ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിലും മമ്മി അങ്ങോട്ടെന്നും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കും. കാരണം അമ്മാമ്മയും അച്ചാച്ചനും നാട്ടിൽ തനിച്ചാണ് താമസിക്കുന്നത്. നിങ്ങൾക്ക് ടോം ആൻഡ് ജെറി ഷോ ഇഷ്ടമാണോ? സീ ദിസ് ഗായ്. നിങ്ങൾ താഴെ പോയി കമൻറ്റ് ചെയ്യണം. ഞാനാണോ വെളുത്തിരിക്കുന്നത്, ഇവനാണോ വെളുത്തിരിക്കുന്നത്? പിന്നെ എൻ്റെ മുഖം എവിടെയൊക്കെ കണ്ടു ഷൈൻ അടിക്കുന്നു. അതിന് വെയിലത്തിൻ്റെ അടി അല്ല, ഞാൻ മെനഞ്ഞാന്നൊരു സ്കിൻ കെയർ ചെയ്തില്ലേ, അതിൻ്റെ വ്ളോഗ് ഞാൻ താഴെ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഗോ ചെക്ക് ഔട്ട്. ഓക്കെ, ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. സീരിയസ്ലി എൻ്റെ സ്കിൻ നോക്കൂ ഗൈസ്, നല്ല ഷൈൻ അടിക്കുന്നുള്ള. അന്നത്തെ ഫേസ് പാക്കിൻ്റെ ആണ്, നിങ്ങളിപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ മുഖം നല്ല ഷൈൻ അടിക്കുന്നു, നോക്കൂ ഗൈസ്. നിങ്ങൾ കാണുന്നില്ലേ? ഒരു മുறை വന്ന് അതാ നിനക്ക് ഇട്ട് തന്നോണ്ടാണ് ഗൈസ് അവൻ്റെ മുഖത്ത് വൃത്തികേടൊക്കെ മാറി കുറച്ചെങ്കിലും നല്ലപോലെ ഇരിക്കുന്നത്. കണ്ടില്ലേ? വൺ ഷോ ആണ് ഗൈസ്, വൺ ഷോ. വെറും PATTI ഷോ, പട്ടി ഷോ. ഗൈസ് മമ്മി എന്നെ ചതിച്ചു ഗൈസ്. ഇന്നലെ രാത്രി എന്നോട് ചോദിച്ചു എന്താ നിനക്ക് കഴിക്കാൻ വേണ്ട രാവിലെ. അപ്പം ഞാൻ വലിയ കാര്യത്തിൽ പറഞ്ഞു എനിക്ക് ചപ്പാത്തി മുട്ടക്കറി വേണം. ഉണ്ടാക്കിയില്ല ഗൈസ്. ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്. ഇഡ്ഡലി ചതിയാണ് ഗൈസ്, ചതി. ഇന്ന് ഞാൻ സത്യാഗ്രഹം ഇരിക്കും, അതുകൊണ്ട് ഞാൻ ഇന്ന് ഫുഡ് കഴിക്കില്ല ഗൈസ്. ചതിച്ചു മമ്മി, എന്നെ ചതിച്ചു ഗൈസ്. നോക്കൂ, ഈ മമ്മിയാണ് എന്നെ ചതിച്ചത്. മമ്മിയുടെ കൂടെ ഇരുന്ന് സീരിയൽ കണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വേറൊരു വൈബാണ്. നമ്മൾ ഒരുമിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ 4 സീരിയൽ കാണും ഒരുമിച്ച്. അതിൻ്റെ ഇടയ്ക്ക് വീട് വൃത്തിയാക്കലായി, അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി, പക്ഷെ 4 സീരിയൽ കാണും. നീ ആക്ഷൻ മാത്രമേ കാണിക്കത്തുള്ളൂ, താഴെ ഇടത്തില്ല. നീ കാണിക്കാന്ന് ഓക്കെ. കമ്മിൽ പുട്ട് നെയിൽ പോളിഷ്. കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നുണ്ട് കയ്യിൽ നെയിൽ പോളിഷ് ഇടണമെന്ന്. ഡ്യൂ ടു സർട്ടൻ സർക്കംസ്റ്റാൻസസ് അത് പറ്റാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ കരുതി എന്നാൽ നെയിൽ പോളിഷ് ഇട്ടേക്കാം. സൂഡിയോന്ന് ഞാനൊരു സെറ്റ് നെയിൽ പോളിഷ് വാങ്ങിച്ചിട്ട് വന്നിട്ട് ഓൾമോസ്റ്റ് 2 months ആയി ഗൈസ്. ഇതുവരെ ഞാൻ ഒന്നുപോലും ഇട്ടിട്ടില്ല. അപ്പം ഞാനെന്ന് വിചാരിച്ചു ഒരെണ്ണം ഇടാത്തതുകൊണ്ട് 2 കളറായിട്ട് ഇടാന്ന്. എങ്ങനെ ഉണ്ടായില്ല? എന്താ ചെയ്യാൻ പണ്ടേ ഞാൻ ബുദ്ധിമുട്ടിയാണ്. ആദ്യം നമുക്ക് നെയിൽ ഫൈൽ ചെയ്യാം. നെയിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ജസ്റ്റ് ഗ്രോൺ നെയിൽസ് ആണ്. ആൻഡ് ഓൾസോ എൻ്റെ മമ്മിയുടെ കാരണം എൻ്റെ നഖത്തിനൊക്കെ ഭയങ്കര സ്ട്രെങ്ത് ആണ് ഗൈസ്. അപ്പം നിങ്ങൾ ആലോചിക്കും മമ്മിയുടെ കാരണം അതെന്താ?
മമ്മി എന്നെ കുത്തിയിരുത്തിയാണ് ഗൈസ് ഒരു ദിവസം 2 ഗ്ലാസ് പാല് വീതം എനിക്ക് തരുന്നത്. സ്മോൾ അപ്പം തൊട്ട് തുടങ്ങിയ ഒരു ശീലമാണത്. ഇതുവരെയും അത് മാറിയിട്ടില്ല. എന്നും 2 ഗ്ലാസ് കുടിക്കണമെന്ന് നിർബന്ധമാണ്. നഖത്തിന് വല്ല ബലമൊന്നുമില്ല, ഭയങ്കര വീക്കാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കാൽഷ്യം ഇല്ലാത്തതുകൊണ്ടാണ്. കമ്മോൺ, നിങ്ങളും എന്നെ പോലെ ഒരു ദിവസം 2 ഗ്ലാസ് പാല് വീതമൊക്കെ കുടിക്കാം. അപ്പം നല്ല സെറ്റായിരിക്കും. സോ ഹെൽത്തി, നല്ല സ്ട്രോങ് നെയിൽസാണ് എൻ്റെ. കടിച്ചാലും പൊട്ടൂല, അത്രയ്ക്ക് നല്ല സ്ട്രോങ് നെയിൽസാണ്. ഇവനിപ്പം ക്രിസ്മസ് ലീവാണ്. പക്ഷേ അവൻ ഇത് കഴിഞ്ഞ ഉടനെ എക്സാം ഉണ്ട്, 8th സ്റ്റാൻഡേർഡിൻ്റെ ഫൈനൽ എക്സാം. അപ്പം അതിന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലീവ് മെയിൻലി അവൻ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. പക്ഷെ അവൻ എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഇങ്ങനെ സ്നാക്സും കഴിച്ച് ഇങ്ങനെ നടക്കുക, വേറെ ഒരു പണിയില്ല. നിങ്ങൾ ഇവന് യൂട്യൂബ് ചാനൽ ഉണ്ട് ഗൈസ്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി അവൻ്റെ യൂട്യൂബ് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗിത്തുൻ റെഡ്ഡി, GITHUNREDDY, അതാണ് അവൻ്റെ ചാനലിൻ്റെ പേര്, അതാണ് അവൻ്റെ പേരും. അപ്പോൾ നിങ്ങൾ അവിടെ ചെന്നിട്ട് അവൻ്റെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. സ്മോൾ ഇൻഫ്ലുവൻസേഴ്സിനെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരണ്ട. ഈ 2 കളറാണ് ഗൈസ് ഇന്ന് ഇടാൻ വിചാരിച്ചിരിക്കുന്നത്. ഇതൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡും ഇതൊരു ലൈറ്റ് ഡസ്കി പിങ്ക് ഷെയ്ഡും. അപ്പോൾ ഇത് രണ്ടും ഓരോ നഖത്തിൽ ഓരോ കളർ വെച്ചിട്ട് കാണും. എനിക്ക് ഈ ഒരു നഖം കട്ടായതാണ്, നഖമല്ല, ആ ഫുൾ ഇച്ചിരി ഫിംഗർ കട്ടായതാണ്. അപ്പോൾ അത് വന്നിട്ട് ഞാൻ 1 ഇയർ ഏജ് ഉള്ളപ്പോൾ ഞാനൊരു TV സ്റ്റാൻഡിൻ്റെ ഡ്രോയറിൽ എൻ്റെ കൈ കൊണ്ടുപോയി വെച്ചതാണ്. അപ്പോൾ എൻ്റെ അങ്കിള് അറിയാതെ അതിൻ്റെ ഡോറങ്ങ് അടച്ചപ്പം ഫോഴ്സ് ഓഫ് അടയൽ ഇത്തിരി കൂടിപ്പോയത് കാരണം എൻ്റെ നഖം അതിനകത്ത് പോയി ഞാൻ ചതഞ്ഞു ഗൈസ്. ചതഞ്ഞിട്ട് എൻ്റെ ഇതിൻ്റെ ഇത്രയും ഭാഗം മുറിഞ്ഞ് ആ ഡ്രോയറിനകത്ത് തന്നെ വീണു. അപ്പോൾ പിന്നെ ഇപ്പോൾ 25 ഇയേഴ്സായി. അപ്പം ഇതാണ് എൻ്റെ നഖത്തിൻ്റെ ഒരു സ്റ്റാറ്റസ്. ഇവിടെ നിന്ന് ഇങ്ങനെ കട്ടായതുകൊണ്ട് ആ ഒരു സ്ട്രക്ചറിലാണ് ഇത് വരുന്നത്. അപ്പം ഞാൻ കുഞ്ഞിലെ അവിടെ പോയി ചോദിച്ചപ്പം ഡോക്ടറിൻ്റെ അടുത്ത് അവർ പറഞ്ഞു 18 ഇയേഴ്സ് കഴിയട്ടെ, അപ്പം വി ക്യാൻ ഡു പ്ലാസ്റ്റിക് സർജറി എന്ന് അവർ പറഞ്ഞു. ബട്ട് ദെൻ 18 ഇയേഴ്സ് കഴിഞ്ഞ് ഞാൻ അവരെ കൺസൾട്ട് ചെയ്തപ്പം ദേ വർ ടെല്ലിങ് ദാറ്റ് തൈ ബോൺ, അവിടെ ബോൺ നെർവ്സ് ഒന്നുമില്ല. ഓക്കെ, ഇറ്റ് ഇസ് ലൈക്ക് വെരി ഒന്നുമില്ലാത്ത ഒൺലി മാംസം മാത്രം. അപ്പോൾ അവർ പറഞ്ഞു തൈ ബോൺ വെക്കണം. ആൻഡ് തൈ ബോൺ വെച്ചാൽ തന്നെ 99% ബാക്കിയുള്ള നെയിൽസിനെ പോലെ ആവില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ള നെയിൽസിനെ പോലെ ആവത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് സർജറി ഒക്കെ ചെയ്യുന്നത്? ആ ഒരു വിരലും കൊണ്ട് എനിക്ക് ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഐ കാൺട്ട് ലിഫ്റ്റ് വെയിറ്റ് ഇൻ ദിസ് ഹാൻഡ്. ഐ വിൽ ഫീൽ പെയിൻ ആൻഡ് ചിലപ്പോൾ സ്വെല്ലിംഗ് ആവും. അല്ലാതെ ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. മമ്മി വന്ന് എന്നെ അടിക്കുമ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ ഞാൻ റെഡി ആയിരിക്കുന്നു. തൊപ്പി വീട്ടിലുണ്ടായിരുന്നു എൻ്റെ അടുത്ത് വെച്ച. സോ എൻ്റെ ഡ്രസ് ഇസ് ഫ്രം സ്റ്റുഡിയോ. എൻ്റെ ബഡിക്ക് വാങ്ങിച്ച ഡ്രസ്സാണ് ഗൈസ്. ദാറ്റ്സ് ദ ഡ്രസ്. ആൻഡ് ഇച്ചിരി സ്കിൻ കെയറും ലൈറ്റായിട്ട് ഒരു മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഐ ആം ഓൾ സെറ്റ് ടു ഗോ. എപ്പോഴും നമ്മൾ യൂബർ ഇല്ലെങ്കിൽ റാപ്പിഡോ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം ഒത്തിരിയും പൈസ അവിടെ ചിലവാകുന്നുണ്ട് ഗൈസ്. സോ വി തോട്ട് വി ജസ്റ്റ് ഗോ ബൈ വാക്കിംഗ്. അപ്പോൾ നമ്മളുടെ വീട്ടിൻ്റെ അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ കയറി നമ്മൾ. ആൻഡ് ദ മെനു വാസ് ഹെവി. പെപ്പർ ചിക്കൻ ഗ്രിൽ, ചിക്കൻ ബിരിയാണി, കുൽച്ച, അങ്ങനെ സകലതും കഴിച്ചിട്ട് കയ്യും കഴുകി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. വയറ് ദമ്മായി ഗൈസ്. പിന്നെ ബസ് സ്റ്റോപ്പിൽ നടത്തപ്പോഴത്തേന് ഡൈജഷനായി. അവിടെ നിന്നൊരു ബസ് കയറി നമ്മൾ നേരെ സർക്കസിന് പോകാമെന്ന് വിചാരിച്ച ആൾക്കാർ പെട്ടെന്ന് പ്ലാൻ മാറ്റിയിട്ട് നമ്മുടെ വീട്ടിനടുത്തുള്ള ഒരു മോളിൽ പോയി. ബിക്കോസ് സർക്കസിൻ്റെ അവിടെ പോയി മഴയായിക്കഴിഞ്ഞാൽ വിൽ ഗെറ്റ് കോട്ട്. സോ അതാണ് നമ്മൾ വിചാരിച്ചു മോളിൽ പോകാമെന്ന്. ദാറ്റ് വാസ് ദി ഓറിയൻ അപ്പ് ടൗൺ മോൾ വിച്ച് ഈസ് ജസ്റ്റ് ക്ലോസ് ടു മൈ ഹൗസ്. എന്നിട്ട് അവിടെ കയറി എൻ്റെ പൊന്ന് ഗൈസ്, എന്തുമാത്രം ആൾക്കാരായിരുന്നു എന്നറിയോ. ഇറ്റ്സ് ലൈക്ക് അതൊരു കുഞ്ഞു മോളാണ് ആക്ച്വലി. ദർ വാസ് സോ മെനി പീപ്പിൾ. ആൻഡ് ലീവായത് കാരണം എവറിബഡി ഹാസ് കം. നമ്മൾ വെറുതെ കാണാനും ഫോട്ടോ പിടിക്കാനും പോയതാണ്. ബട്ട് വി എൻഡഡ് അപ്പ് പർച്ചേസിങ്. മമ്മി ഒരു കുർത്ത, ഞാനൊരു കുർത്ത എടുത്തു.
പിന്നെ അനിയനൊരു ഡ്രസ്സ് മേടിച്ച്, നമ്മുടെ കൂടെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു, അവൾക്കും ഡ്രസ്സ് മേടിച്ച് കൊടുത്ത്, ക്രിസ്മസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇവർ രണ്ടുപേരും മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ ചെയ്തുകൊണ്ട് നടക്കുകയാണ് ഗൈസ്. ആൻഡ് കുറേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. മോളിൻ്റെ വേറെ ഒരു സൈഡിലായിട്ട് കുറേ സ്റ്റോൾസ് ഉണ്ടായിരുന്നു. നല്ല ജൂട്ട് ബാഗ്സും കോട്ടൺ കേർട്ടൻസ്, ബെഡ് സ്പ്രെഡ്സ്, പിന്നെ ചെറിയ ചെറിയ ഓർണമെൻറ്റ്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അനിയത്തി ഒരു ജോക്ക് പറഞ്ഞതിൻ്റെ ചിരിയാണ് മമ്മി ചിരിക്കുന്നത്. അപ്പം ബർഗർ കിങ്ങിൽ കയറി നമ്മളൊരു സോഫ്റ്റി പിന്നെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ കഴിച്ചിട്ട് നമ്മുടെ വയറ് നമ്മൾ തിരിഞ്ഞ് വീട്ടിലെത്തിയിരിക്കുന്നു ഗൈസ്. നല്ലൊരു ഡേ ആയിരുന്നു, നല്ല സെറ്റ് ഡേ, സൂപ്പർ. ഇനി പരിപാടിയൊന്നുമില്ല, ഇനി കഴിക്കാൻ കിടക്കുക. ഓ യാ, ബൈ ദ വേ, ഞാൻ മൂക്ക് കുത്താനുള്ള പ്ലാനാണ് ഗൈസ്. സോ ഐ ജസ്റ്റ് ഗോട്ട് 3 മൂക്കുത്തി ഫ്രം ദ പ്ലേസ്. അതായത് അവിടെ കുറച്ച് സ്റ്റോൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറച്ച് മൂക്കുത്തീസ് മേടിച്ചു. അപ്പം ഞാനത് ഇട്ട് ഇതിനകത്ത് കാണിക്കാം. എനിക്ക് മൂക്കുത്തി ചേരുമോ ഇല്ലേ എന്ന് നിങ്ങൾ കമൻറ്റ് ബിലോ. ഓക്കെ, ഇന്നത്തെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലൊരു ദിവസമായിരുന്നു. ഞാനിപ്പോൾ അവരോട് പറയായിരുന്നു, സൂപ്പർ ഡേ ആയിരുന്നു. എല്ലാം എടുത്തേക്കാം. ഇതാണ് ഗൈസ് ആദ്യത്തെ മൂക്കുത്തി. ഇവിടെ ഒരു റൗണ്ട് ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ മമ്മിക്ക് ഈ മൂക്കുത്തിയാണ് ഇഷ്ടപ്പെട്ടത് അല്ല മമ്മി? എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, മമ്മിക്ക് ബേസിക്കലി ഞാൻ മൂക്കുത്തുന്ന ഇഷ്ടമല്ല. ഈ മൂക്കിനൊരു സർജറി നടന്നിട്ട് അപ്പോൾ ഇച്ചിരി പ്രശ്നമാകുമെന്നാണ് മമ്മി വിചാരിക്കുന്നത്. സോ ദാറ്റ്സ് വൈ ഷീസ് ടെല്ലിങ് മീ വേണ്ട മൂക്ക് കുത്തണ്ട. അപ്പോൾ ഇതാണ് മൂക്കുത്തി നമ്പർ 1. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇല്ലേന്ന് നിങ്ങൾ കമൻറ്റ് ബിലോ. ഇതാണ് ഗൈസ് മൂക്കുത്തി നമ്പർ 2. ഇതും സെയിം ആണ്, പക്ഷേ ഇത് ഇച്ചിരി ചെറുതാണ്. ഓക്കെ, നമ്പർ 3. ഇതൊരു സിമ്പിൾ മൂക്കുത്തിയാണ് ഗൈസ്. ദിസ് മൂക്കുത്തി നമ്പർ 3. കമൻറ്റ് ബിലോ ഏതാണ് നല്ലത്. അതോ ഇനി മൂക്കുത്തി കുത്തുന്നതേ നല്ലതേ ഇല്ല ആണെങ്കിൽ അതും കമൻറ്റ് കരും. ഓക്കെ, വാവ് ഗൈസ്, നമ്മൾ വരുന്ന വഴിക്കൊരു കാർ മേടിച്ചു. അപ്പം മമ്മിയും മോനും കൂടി ഇരുന്ന് കളിക്കുകയാണ്. ഡ്രസ്സ് പോലും മാറാതെ ഇരുന്ന് കളിക്കുകയാണ്. നോക്കൂ ഗൈസ്, മമ്മി കണ്ണാടിയൊക്കെ ഊരി വെച്ചിരുന്ന് കളിക്കുന്നത്, കാലും കൊണ്ടൊക്കെ ഡിഫെൻഡ് ചെയ്തു. നൈസ്. എൻ്റെ വയറ്റിൽ കോക്കപ്പുഴ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അത്രയും ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് പിന്നെ എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ഭാഗ്യത്തിന് മമ്മി ഡാഡിക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിലിട്ട് കുറച്ച് കൈയിട്ട് വാരി തിന്നു. മമ്മിയും കിത്തിനും ഒന്നും കഴിച്ചില്ല, ബിക്കോസ് ദേ വർ ഓൾറെഡി സോ ഫുൾ. ഞാൻ കുറച്ച് കഴിച്ചു.